ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया। आतंकियों के आकाओं के घर में जाकर के പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തുടക്കം. പ്രധാനപ്പെട്ട സമ്മേളനമെന്നും ക്രിയാത്മക ചർച്ചകൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ 100% നേട്ടമെന്നും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തു എന്നും പ്രധാനമന്ത്രി. നക്സൽ മുക്ത ഇന്ത്യ ലക്ഷ്യമെന്നും മോദി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം. മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി സർക്കാർ സ്കൂളിൽ വൻ പ്രതിഷേധം. സ്കൂളിനുള്ളിൽ CPM കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടി. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപം. അപകട ഭീഷണി ഉയർത്തി പത്തനംതിട്ട നാരങ്ങാനം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 50 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടങ്ങൾ. മിഥുന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് തേവലക്കര സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് മറുപടി നൽകും. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC-മാരുടെ നിയമനത്തിൽ ഗവർണർ ഇന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. ഗവർണർ ഉന്നയിക്കുക താൽക്കാലിക VC നിയമനത്തിൽ UGC ചട്ടങ്ങൾ ബാധകമല്ല എന്ന വിധിയിലെ പരാമർശം. കേരള സർവകലാശാലയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലാതെ VC. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ പിന്നോട്ടില്ല. അതുല്യയുടെ ദുരൂഹമരണം അന്വേഷിക്കാൻ 8-അംഗ സംഘം. ഭർത്താവ് സതീഷിന്റെ ക്രൂരത ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കും. ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊന്നു. സുഹൃത്ത് കസ്റ്റഡിയിൽ. തൃശൂർ പുതുക്കാട് തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. നിമിഷപ്രിയയുടെ മോചനത്തിൽ മധ്യസ്ഥത എന്ന പേരിൽ സാമുവൽ ജെറോം പണം കവരുന്നു എന്ന കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മഹ്ദി. മോചന നടപടിയിൽ സാമുവൽ ജെറോം സമീപിച്ചിട്ടില്ല എന്നും തലാലിന്റെ സഹോദരൻ. ദിയാധനം സ്വീകരിക്കാൻ കുടുംബം സമ്മതിച്ചാൽ ഫണ്ട് സമാഹരണം ഉടൻ തുടങ്ങാമെന്ന് കാന്തപുരത്തെ സന്ദർശിച്ച ശേഷം ചാണ്ടി ഉമ്മൻ.